ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിംനാസ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ തന്നെ എണീച്ചിട്ടുണ്ട്. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി ഞാനൊരു ചെറിയ പ്രഭാത സവാരിയൊക്കെ നടത്തിയിട്ടുണ്ട് കേട്ടോ. രാവിലെ ഇങ്ങനെ എണീച്ച് നടക്കുന്നത് മനസ്സിനും ശരീരത്തിനും വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അല്ലേ? എല്ലാവർക്കും അങ്ങനെയല്ലേ? എനിക്കങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. കിച്ചണിൽ കയറിയ പതിവ് പരിപാടികളൊക്കെ തന്നെയാണ്. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പുട്ടും ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം തന്നെ ലഞ്ചും പ്രിപ്പറേഷനും ഞാൻ നടത്താം കേട്ടോ. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പ് രാവിലെ തന്നെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. അപ്പോൾ ഇതെൻ്റെ മറ്റൊരു ഹെൽത്ത് ടിപ്പായിട്ട് നിങ്ങൾ കണ്ടോളൂ. അങ്ങനെ ഞാൻ കുക്കിങ്ങിന് ആവശ്യമായ കറിവേപ്പിലൊക്കെ പോയി പൊട്ടിച്ചെടുത്തുകൊണ്ട് വന്നു കേട്ടോ. അങ്ങനെ വേഗം ഞാൻ എൻ്റെ പണികളൊക്കെ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഒരു നല്ല അടിപൊളി ഫിഷ് അച്ചാറൊക്കെ ഇട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു ചെറിയ ഡേ മൈ ലൈഫ് ചെയ്യാം എന്ന് വിചാരിച്ച് ചെയ്തത് അവസാനം ഇതൊരു റെസിപ്പി വീഡിയോയിലേക്ക് പോയി. അച്ചാറെന്ന് പറയുമ്പോൾ ഒരു സാധാരണ സിമ്പിൾ ഒരു അച്ചാറല്ല കേട്ടോ, ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഒരു സ്വീറ്റ് അച്ചാറും കൂടിയാണ്. അങ്ങനെ എൻ്റെ ചിക്കൻ കറിയും കടല ഒന്ന് തോരനാക്കി എടുത്തിട്ടുണ്ട്. കാരണം കടല ഞാൻ മുന്നേ ഒരു ദിവസം വേവിച്ച് വെച്ചിട്ട് പിന്നെ അന്ന് ഞാൻ കറി വെച്ചില്ലായിരുന്നു. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. അപ്പോൾ ഞാനത് ലഞ്ചിനായിട്ട് വളർത്തി കുട്ടികൾക്ക് കൊടുത്തു വിട്ടു. അപ്പോൾ അതേ പിള്ളേരൊക്കെ വന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ എൻ്റെ ക്യാമറയ്ക്ക് മുന്നിൽ ഇതേ ഓരോന്നൊക്കെ ഇങ്ങനെ കാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ മാറി ഇതേ വന്നിരുന്നപ്പോൾ ആളിതേ കോട്ടുമായിട്ട് കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇത് കണ്ടപ്പോൾ പിള്ളേരുടെ അടുത്ത് ഇന്ന് പോകണ്ട മോളെ, പോയി കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറയുകയാണെങ്കിലുണ്ടല്ലോ, പിള്ളതേ അവിടെ പോയി കിടന്ന് ഉറങ്ങും, സ്കൂളിൽ പോകില്ല കേട്ടോ. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞൊന്നുമില്ല. ഞാൻ അവളെ തല്ലി ഓടിച്ച് ഞാൻ വേഗം സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടു. അങ്ങനെ ഞാൻ ലഞ്ച് ബോക്സൊക്കെ കെട്ടി അവരെ വേഗം പറഞ്ഞു വിട്ടിട്ടാ. അപ്പം ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരുന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ്, ഒരു കടന്നൽ വന്നിട്ട് ജനലിൻ്റെ കുളത്തിൽ ഇങ്ങനെ കൂട് കൂട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് പാടത്തിൻ്റെ സൈഡിലുള്ള വീടായതുകൊണ്ട് എവിടെ നോക്കിയാലും കടന്നൽ കൂടാട്ടോ. അപ്പോൾ ഞാൻ ഈ കുളത്തിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഞാൻ അതിനെ അവിടെ നിന്ന് പറത്തി വിട്ടു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനൊരു നല്ല ഫിഷ് അച്ചാറാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫിഷ് നല്ല കേര മേടിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ വലിയ മീനൊക്കെ ആകുമ്പോൾ കടയിൽ നിന്ന് നന്നാക്കിച്ചാൽ മേടിക്കാറുള്ളൂ. അപ്പോൾ ഞാൻ ഇതൊക്കെ നന്നാക്കിയിട്ടുണ്ടെങ്കിൽ മുള്ളു വേറെ മാംസം വേറെ, അങ്ങനെ ആകെ ഫിഷ് മെനയില്ലാത്ത രീതിയിലാവും. അപ്പോൾ അവിടെ തന്നെ കട്ട് ചെയ്യിച്ച് ഞാൻ അങ്ങോട്ട് മേടിച്ചു. അപ്പോൾ അച്ചാറിനായതുകൊണ്ട് അത് ചെറിയ ചെറിയ പീസസ് ആക്കി അവർ കട്ട് ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നു. ഞാനത് അച്ചാറുണ്ടാക്കാനായിട്ട് ആ ഫിഷിനെയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. അച്ചാറെന്ന് പറയുമ്പോൾ ഭയങ്കര സ്പെഷ്യൽ സ്വീറ്റ് ടേസ്റ്റുള്ളൊരു അച്ചാറാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുകയാണ്. അപ്പോൾ വേഗത്തിൽ തന്നെ ഞാനതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അച്ചാറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ അരിപ്പാത്രത്തിലുള്ള അരി പെട്ടെന്ന് അങ്ങോട്ട് തീരും കേട്ടോ. കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഒരു പ്ലേറ്റ് ചോറൊക്കെ തിന്നണ ആൾ ഒരു 2-3 പ്ലേറ്റൊക്കെ ചോറ് തിന്നും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്രയും ടേസ്റ്റുള്ള അച്ചാറുകളൊക്കെ നിങ്ങൾ വീട്ടിലിട്ടാക്കരുത്. അപ്പോൾ അതേ ഈ ഫിഷിൻ്റെ മണം അടിച്ചിട്ട് നാട്ടിലുള്ള പൂച്ചകളൊക്കെ അതേ എൻ്റെ വീടിൻ്റെ കിച്ചണിൻ്റെ ബാക്കിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഒരു കഷ്ണം താട്ട് സിമി എന്നൊന്നും ചോദിച്ചുകൊണ്ട് ഇതേ ഒരെണ്ണം അവിടെ നിന്ന് നിരങ്ങി വരാം. അപ്പോൾ ഞാൻ രാവിലെ കൊണ്ടുവന്നപ്പോൾ ഞാൻ കുറച്ചിട്ട് കൊടുത്തതാണ്. പിന്നെ നമുക്ക് കൂടെ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ആ പൂച്ചകളെയൊക്കെ അവിടെ നിന്ന് ആട്ടി ഓടിച്ചിട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ അതേ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതേ പിന്നെ ഓരോ കോലങ്ങൾ. അപ്പോൾ ഞാൻ ഇത് മാഗ്നേറ്റ് ചെയ്ത് ഫിഷ് ഞാൻ മാറ്റി വെച്ചേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വൈകുന്നേരമാണ് ഇത് ഉണ്ടാക്കാൻ എടുക്കുന്നത്. അപ്പോൾ അതേ ആ ഫിഷിനൊരു തലയുണ്ടായിരുന്നു. അപ്പോൾ ഏതൊരു ഫിഷിനും തലയുണ്ടല്ലോ. അപ്പോൾ ആ കേരയുടെ തലയ്ക്ക് ഒരു പ്രത്യേക സ്വാദുണ്ട്. അപ്പോൾ അത് വേറെ കറി വെക്കാനായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫിഷ് ഞാനിപ്പം കഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇത് നേരത്തെ മാഗ്നേറ്റ് ചെയ്ത വെച്ച ഫിഷായിരുന്നു. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്യണം. നമുക്ക് ഫിഷൊക്കെ അച്ചാറിടുമ്പോൾ നമ്മൾ ആ ഫിഷിനെ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ കുറച്ച് നാളൊക്കെ നമുക്ക് ഇത് വയ്ക്കണ്ടേ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ അത് കുറച്ച് നാൾ ഇങ്ങനെ ഉപയോഗിക്കാനൊക്കെ ആയിട്ട് പറ്റും. അല്ലെങ്കിൽ അതിലെ മീറ്റൊക്കെ ബാഡ് സ്മെല്ല് വന്നിട്ട് നമുക്ക് കഴിക്കാൻ പറ്റാണ്ടോ. അതുകൊണ്ടാണ് നമ്മളിത് ഡീപ്പ് ഫ്രൈ ചെയ്ത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ പാൻ വെച്ച് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പിന്നെ ആ ഫ്രൈ ചെയ്ത് നന്നായിട്ട് മൊരിഞ്ഞിരിക്കണം കേട്ടോ. പിന്നെ അതിൽ നിന്ന് കോരിയെടുത്ത് എനിക്ക് 2 പ്രാവശ്യം ഇത് ഫ്രൈ ചെയ്തെടുക്കാനുണ്ടായിരുന്നു. 2 പാർട്ടായിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുത്തത്. പിന്നെ നമ്മൾ അത് ഫ്രൈ ചെയ്ത് എടുത്ത് മാറ്റിയിട്ട് ആ ബാക്കി വന്ന ഓയിലിലേക്ക് ഉലുവയും കടുകും
പിന്നെ നമ്മൾ നന്നാക്കി വെച്ചിരിക്കുന്ന ഉള്ളി, ഇഞ്ചി, പച്ചമുളക് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കും. എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ച് പുളി സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഒഴിക്കും. വിനാഗിരിയും ഒഴിക്കണം കേട്ടോ. നമുക്ക് പുളിക്ക് അനുസരിച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കണം. പിന്നെ പൊതുവേ വിനാഗിരി അധികം യൂസ് ചെയ്യാത്തതാണ് നല്ലത്, ഹെൽത്തിനൊക്കെ അതായിരിക്കും നല്ലത്. പിന്നെ ഞാൻ ഇതിൽ ഈന്തപ്പഴം കുറച്ച് ചേർക്കുന്നുണ്ട്. ഞാൻ ഇതിനായിട്ട് മേടിച്ച ഈന്തപ്പഴം അല്ല, ഇവിടെ പൊതുവേ ഈന്തപ്പഴം ഇരിക്കാറുണ്ട്. അപ്പം ഞാൻ ചെറുതായി കട്ട് ചെയ്ത ഈന്തപ്പഴം, പിന്നെ ചാറൊന്ന് കുറുകി കിട്ടാൻ വേണ്ടി ലേശം ശർക്കരയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ അച്ചാർ വീട്ടിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരാളും ഒരു തീറ്ററപ്പായിനെ പോലെയാവും, അതുപോലെയാണ്. ഇപ്പോൾ ഒരു പ്ലേറ്റ് ചോറൊക്കെ കഴിക്കുന്ന ആൾ ഒരു 2-3 പ്ലേറ്റ് ചോറൊക്കെ തിന്നുമോ? കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ അങ്ങനെ ഫൈനലി എൻ്റെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്വീറ്റി ടേസ്റ്റുള്ള നല്ല അടിപൊളി കേര ഫിഷ് അച്ചാർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.